ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ഒറ്റയല്ലൊരു ജീവിയും. ചിത്രത്തിൽ ആരാ ഉള്ളത്? നിങ്ങൾക്കറിയോ ചിത്രത്തിലെ പക്ഷി ഏതാണ്? പൊന്മാനാണ് അല്ലേ. ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ചെറിയ ചെറിയ മീനുകളാണ്. ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? കുളക്കടവുകളിലാണ് അല്ലേ. എന്താകും അതിന് കാരണം? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? അതായത് പൊന്മാനുകളുടെ പ്രധാന ഭക്ഷണം എന്താണ്? മീനാണ് അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ മീനുകളാണ്. അപ്പോൾ മീനുകൾ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് പൊന്മാന് കിട്ടണമെങ്കിൽ പൊന്മാൻ എവിടെ താമസിക്കണം? വെള്ളത്തിൻ്റെ അടുത്ത് താമസിക്കണം അല്ലേ. അതുകൊണ്ടാണ് ഇവ ജലസ്രോതസ്സുകൾക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നത്. പലതരം ആഹാരം കഴിക്കുന്ന ജീവികളും നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ആടിൻ്റെ പ്രധാന ആഹാരം എന്താണ്? ഇലകളാണ് അല്ലേ. പിന്നെയോ പശുവാണെങ്കിലും ഇലകളാണ്. സിംഹം, പുലി, കടുവ തുടങ്ങിയവയുടെ ആഹാരം മാംസമാണ്. കോഴി ധാന്യങ്ങളാണ്. മാന്, മുയലൊക്കെ സസ്യങ്ങളാണ്. പക്ഷികൾ എന്താണ്? മീൻ, പ്രാണി പോലുള്ളവയാണ് അല്ലേ. ഇനി സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? കണ്ടെത്തി എഴുതാനാണ് ഇവിടെ മാന്, മുയൽ തന്നിട്ടുണ്ട്. സസ്യഭാഗങ്ങൾ കഴിക്കുന്ന മറ്റേതൊക്കെ ജീവികളാണ് ഉള്ളത്? ആട്, പശു, ആന, ജിറാഫ്, കഴുത, ഒട്ടകം, കങ്കാരു തുടങ്ങിയവ. ഇനി വാസസ്ഥലവും ആഹാരവും. ചിത്രം ശ്രദ്ധിക്കൂ. ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതൂ. ഏതൊക്കെ ജീവികളാണ് ചിത്രത്തിലുള്ളത്? തുമ്പി, കൊക്ക്, ആമ, ഒച്ച്, പുഴു, മീൻ, ഞണ്ട്, തവള, പുൽച്ചാടി, കാക്ക. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ചെറുമീനുകൾ, അതുപോലെ തന്നെ പുൽച്ചാടി, പുഴു. ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികളാണുള്ളത്? കൊക്കുണ്ട്, തവളയുണ്ട്, പിന്നെയോ ഞണ്ടുണ്ട്, പിന്നെ ആമയുമുണ്ട്. ഇനി ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? നമ്മൾ പറഞ്ഞുല്ലേ, ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, വലിയ മീനുകൾ ആ ചെറുമീനുകളെ ആഹാരമാക്കുന്നു, അപ്പോഴോ കൊക്കുകൾ മീനുകളെ ആഹാരമാക്കുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക? വയലിലുള്ള മറ്റ് ജീവികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് താഴെ തന്നിട്ടുള്ള ചിത്രീകരണം പൂർത്തിയാക്കാനാണ്. അപ്പോൾ സസ്യം കഴിക്കുന്നവരാരൊക്കെയാണ്? ചെറുമീൻ, പിന്നെ പുഴു, പുൽച്ചാടി അല്ലേ. പിന്നെ ഇവിടെ ചെറുമീനുകളെ കഴിക്കുന്നത് ആരൊക്കെയാ തന്നിട്ടുണ്ട്? വലിയ മീനും തവളയുമാണ്. വലിയ മീനും തവളയും കഴിക്കുന്നത് ആരാണ്? കൊക്കാണ് അല്ലേ. പിന്നെ പുഴുവിനെ കഴിക്കുന്നത് ആരാണ്? കാക്കയാണ്. അപ്പം നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെ? കൊക്ക് വലിയ മീനെയും തവളയെയും കഴിക്കുന്നു. വലിയ മീനും തവളയും ചെറുമീനുകൾ കഴിക്കുന്നു. ചെറുമീൻ എന്ത് കഴിക്കുന്നു? സസ്യം കഴിക്കുന്നു അല്ലേ. കാക്ക പുഴുവിനെ കഴിക്കുന്നു, പുഴു സസ്യം കഴിക്കുന്നു. അങ്ങനെ കേട്ടോ. ഇനി കണ്ണി ചേർന്ന്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. ഇവിടെ സസ്യങ്ങൾ കഴിക്കുന്ന മാന്, മുയൽ, പുൽച്ചാടി എന്നിവയെ തന്നിട്ടുണ്ട്. അപ്പോൾ മാനിനെ കഴിക്കുന്നത് ആരാണ്? സിംഹം കഴിക്കും അല്ലേ. മുയൽ കഴിക്കുന്നതോ? കടുവ കഴിക്കും. അതുപോലെ തന്നെ പുൽച്ചാടിയെ തവള കഴിക്കും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തിയിട്ട് ആഹാരബന്ധം വിപുലീകരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചിത്രവും വരയ്ക്കണം കേട്ടോ എഴുതുന്ന സമയത്ത് ശാസ്ത്ര പുസ്തകത്തിലേക്ക്. ഉദാഹരണത്തിന് പുല്ല്, പശു, മനുഷ്യൻ. പുല്ല് പശു കഴിക്കുന്നു, പശുവിനെ മനുഷ്യൻ കഴിക്കുന്നു. പിന്നെ പുല്ല് മുയൽ കഴിക്കുന്നു, മുയലിനെ സിംഹം കഴിക്കുന്നു. സസ്യം പിന്നെ പുഴുവിനെ കോഴി, കോഴിയെ കുറുക്കൻ, കുറുക്കനെ സിംഹം. പിന്നെയോ സസ്യം മീൻ കഴിക്കുന്നു, മീനിനെ തവള കഴിക്കുന്നു, തവളയെ കൊക്ക് കഴിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പറയുന്നൊരു പേരുണ്ട്. എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് അല്ലേ. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം, ഫുഡ് വെബ്. അപ്പോൾ ഇത് മക്കൾ പഠിച്ചു വെക്കുക. ആഹാര ശൃംഖലാജാലം എന്നാൽ എന്താണ്? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം.
അപ്പോൾ ഇവിടെ ചിത്രം തന്നത് നോക്കിക്കേ. ഫസ്റ്റത്തത് ആദ്യം മരം അല്ലെങ്കിൽ ചെടി, സസ്യം എന്നൊക്കെ പറയാം. അതിനെ മാന് കഴിക്കുന്നു, അതുപോലെ തന്നെ പോത്ത് കഴിക്കുന്നു. മാനിനെയും പോത്തിനെയും ആര് കഴിക്കുന്നു? കടുവ കഴിക്കുന്നു. ഇനി അടുത്തത് നോക്കിക്കേ, ചിത്രത്തിലേക്ക് മക്കൾ നോക്കുക. സസ്യം അല്ലേ പുല്ല് ആര് കഴിക്കുന്നു? പോത്ത് കഴിക്കുന്നു. പോത്തിനെ കഴുകൻ കഴിക്കുന്നു. പിന്നെയോ സസ്യം പുൽച്ചാടിയെ കിളി കഴിക്കുന്നു. കിളിയെ കുറുക്കൻ കഴിക്കുന്നു. കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. അടുത്ത ചിത്രത്തിൽ പുൽച്ചാടി, കുരങ്ങൻ, അതുപോലെ തന്നെ കുരങ്ങനെ പുലി കഴിക്കുന്നു. പുലിയെ ആര് കഴിക്കുന്നു? കഴുകൻ കഴിക്കുന്നു. പിന്നെയോ എലി കഴിക്കുന്നു. എലിയെ പൂച്ച കഴിക്കുന്നു. പൂച്ചയെ പുലി കഴിക്കുന്നു. പുലിയെ കഴുകൻ കഴിക്കുന്നു. ഇനി വീണ്ടും അവസാനത്തേത് മാൻ കഴിക്കുന്നു. മാനിനെ പുലി കഴിക്കുന്നു. പുലിയെ കഴുകൻ കഴിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടും ഇതുപോലെയുള്ള പല ആഹാര ശൃംഖലാജാലങ്ങളും നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. അടുത്തത് ശൃംഖലകൾ കടലിലും. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. ഇവിടെ ഏതൊക്കെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്? സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ. കടലിലെ ചില ജീവികളാണ് ചിത്രത്തിൽ. ചുവടെ നൽകിയ പട്ടികയിലെ വിവരങ്ങൾ കൂടി പരിശോധിച്ച് ഈ ജീവികളെ ഉൾപ്പെടുത്തി ഒരു ആഹാര ശൃംഖലാജാലം ചിത്രീകരിക്കൂ. ഇവിടെ ജീവികളും അവയുടെ ആഹാരവും തന്നിട്ടുണ്ട്. അപ്പോൾ സ്രാവ് കഴിക്കുന്നത് എന്തൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ. മത്തി ചെറുമീനുകളെയും പ്ലവകങ്ങളും കഴിക്കുന്നു. കടലാമ സസ്യഭാഗങ്ങളും മീനുകളുമാണ് കഴിക്കുന്നത്. ചെറുമീനുകൾ പ്ലവകങ്ങൾ കഴിക്കുന്നു. അപ്പം നമുക്ക് ഇത്രയും ഉപയോഗിച്ചിട്ട് ഒരു ആഹാര ശൃംഖലാജാലങ്ങൾ ഉണ്ടാക്കാം. പ്ലവകങ്ങളെ ചെറുമീനുകൾ കഴിക്കുന്നു. ചെറുമീനുകളെ സ്രാവ് കഴിക്കുന്നു. അതുപോലെ പ്ലവകങ്ങളെ ചെറുമീനുകൾ കഴിക്കുന്നു. ചെറുമീനുകളെ കടലാമ കഴിക്കുന്നു. കടലാമയെ സ്രാവ് കഴിക്കുന്നു. ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ. ഇനി എത്രയെത്ര ആഹാരബന്ധങ്ങൾ. നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കുക. മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ആഹാര ശൃംഖലാജാലം ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. അപ്പോൾ നിങ്ങൾ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പഴങ്ങൾ പുഴു കഴിക്കുന്നു. പുഴുവിനെ പക്ഷി കഴിക്കുന്നു. പക്ഷിയെ പാമ്പ് കഴിക്കുന്നു. പിന്നെ പഴങ്ങൾ അണ്ണാൻ കഴിക്കുന്നു. അണ്ണാനെ പാമ്പ് കഴിക്കുന്നു. അതുപോലെ പഴങ്ങൾ വവ്വാൽ കഴിക്കുന്നു. വവ്വാലിനെ പാമ്പ് കഴിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതിൻ്റെ ബാക്കിയാക്കി കൂട്ടിച്ചേർക്കാം കേട്ടോ. മറ്റ് ആഹാര ശൃംഖലാജാലങ്ങൾ കൂട്ടിച്ചേർക്കാം. ഇനി നിലനിൽപ്പിനായി ചിത്രം നോക്കൂ. കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം, അതുപോലെ തന്നെ ഓക്സിജൻ അഥവാ വായു വേണം, മണ്ണ് വേണം. കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. ഇങ്ങനെയാണ് തരംതിരിക്കേണ്ടത്. ജീവനുള്ളവ, ജീവനില്ലാത്തവ അല്ലേ? ജീവനുള്ളവ ഈ ബട്ടർഫ്ലൈയിൽ എഴുതുക. അതുപോലെ തന്നെ ജീവനില്ലാത്തവ താഴെ എഴുതുക. ജീവനുള്ളവയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? മത്സ്യം, ഞണ്ട്, തവള, തുമ്പി, കൊക്ക്, ആമ, പിന്നെയോ താറാവ്, ഒച്ച്. അതുപോലെ സസ്യങ്ങളും ജീവനുള്ളവയാണ് കേട്ടോ. ഇനി ജീവനില്ലാത്തവ എന്തെല്ലാം? മണ്ണ്, കല്ല്, മരക്കഷ്ണങ്ങൾ, വായു അല്ലേ? ഇനി ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റ് പല ജീവികളുടെയും ആവാസമാണിത്. അപ്പോൾ ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുണ്ട്? വയൽ, കാട്, പുഴ, കടൽ, പൂന്തോട്ടം, മരം, മല, കുന്ന്, കാവ് തുടങ്ങിയവ.
നിങ്ങളുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവവൈവിധ്യ ഉദ്യാനം? പൂമ്പാറ്റ, തുമ്പി, വണ്ട്, തേനീച്ച, അല്ലേ? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? തേന്, പൂമ്പടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പൂമ്പാറ്റയും തുമ്പിയൊക്കെ അവയുടെ ആവാസ വ്യവസ്ഥയായിട്ട് ഈ ജൈവവൈവിധ്യ ഉദ്യാനം തിരഞ്ഞെടുക്കുന്നത്. പിന്നെയോ, ഇനി ഇതൊക്കെ നിരീക്ഷിച്ച് നിങ്ങളോടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? യോജിക്കുന്നില്ല. കാരണം ജീവനുള്ള ഘടകങ്ങളെയും നാം ആശ്രയിക്കുന്നുണ്ട്, അല്ലേ? അതിനുദാഹരണങ്ങളാണ് ഒരു ജീവിയെ ആഹാരമാക്കുന്ന മറ്റൊരു ജീവി, അല്ലേ? ജീവനുള്ളവയെ ആശ്രയിച്ച് ആണ് മറ്റ് ജീവികൾ ജീവിക്കുന്നത്. അപ്പോൾ ജീവനില്ലാത്ത ഘടകങ്ങളെ മാത്രമല്ല, ജീവനുള്ള ഘടകങ്ങളെയും കൂടെ ആശ്രയിച്ചാണ് ജീവികൾ ജീവിക്കുന്നത്. ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കൂ. ആവാസം എന്നാൽ എന്താണ്? ജീവികൾക്ക് അവരുടെ സാഹചര്യങ്ങൾക്കും അനുകൂലനങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനുള്ള സ്ഥലത്തെയാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത്. നമ്മളുടെ ആവാസം എവിടെയാണ്? നമ്മളുടെ വീടാണ്, അല്ലേ? പിന്നെ നിങ്ങളുടെ ചുറ്റുപാടുള്ള നിരീക്ഷിച്ചിട്ട് വിവിധതരം ആവാസങ്ങൾ കണ്ടെത്താനാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ എഴുതി. കുളം, വയൽ, കാവ്, മരം, പൂന്തോട്ടം, കുന്ന്, മല, മരുഭൂമി, പുഴ, കടൽ, ഇവയെല്ലാം എന്താണ്? ആവാസങ്ങളാണ്, അല്ലേ? ഇനി താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? പുൽമേടുകൾ കാണുന്നുണ്ട്, മരുഭൂമി കാണുന്നുണ്ട്, പിന്നെയോ കണ്ടൽ കാടുകൾ, ധ്രുവപ്രദേശം. അപ്പോൾ ഇവയെല്ലാം എന്താണ്? ആവാസങ്ങളാണ് കേട്ടോ. ഇനി ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ആദ്യത്തേതാരാണ്? ജീവി കാക്കയാണ്. അവയുടെ ആഹാരം എന്താണ്? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ തുടങ്ങിയവയാണ്. അടുത്ത ജീവി ആടാണ്. അവയുടെ ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ തുടങ്ങിയവയാണ്. ഇത്തരത്തിൽ മറ്റ് 2 ജീവികളുടെ ആഹാര കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ജീവി പൂച്ചയാണ്. പൂച്ചയുടെ ആഹാരം എലി, കോഴിക്കുഞ്ഞ്, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ. ജീവി പശു, ആഹാരം പുല്ല്, ഇലകൾ, കഞ്ഞിവെള്ളം, കാലിത്തീറ്റ. പിന്നെ ജീവി കോഴിയാണ്. ആഹാരം ധാന്യം, ഇല, മാംസം, മത്സ്യം, പ്രാണികൾ. ഇതുപോലെ മറ്റ് ജീവികളുടെ ആഹാര കാർഡുകളും കൂടെ മക്കൾ തയ്യാറാക്കണേ. അടുത്തത് കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കുക. സസ്യം, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കടുവ. അടുത്തത് ഏതാണ്? സസ്യം, കാട്ടുപോത്ത്, കടുവ. പിന്നെയോ സസ്യം മാൻ കഴിക്കുന്നു, മാനിന് കടുവ കഴിക്കുന്നു. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? മാനിൻ്റെയും കാട്ടുപോത്തിൻ്റെയും കുറുക്കൻ്റെയും ഒക്കെ എന്താണ്? എണ്ണം വർദ്ധിക്കൂടെ. അവയെ കഴിക്കാനുള്ള കടുവ ഇല്ലാഞ്ഞാൽ ഇപ്പോൾ മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? അവർക്കെല്ലാവർക്കും കൂടെ സസ്യങ്ങൾ തികയാതെ വരും, അല്ലേ? ഒരുപാട് മാനുകൾ, ഒരുപാട് കാട്ടുപോത്ത്, അതുപോലെ തന്നെ കുറുക്കനൊക്കെ കൂടുതൽ വരുന്ന സമയത്ത് അവ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ആവശ്യമായിട്ട് വരും, അല്ലേ? അപ്പോൾ അത് എല്ലാ ജീവികൾക്കും കൂടെ തികയാതെ വരികയാണ് ചെയ്യുക. അപ്പോൾ എല്ലാം വേണം. അപ്പോൾ എന്തുകൊണ്ട് കടുവ സംരക്ഷണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെട്ട ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റ് ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അപ്പോൾ എന്താണ്? അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അവസാനത്തെ കണ്ണിയാണ് ആര്? അവസാനത്തെ കണ്ണി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് കടുവ. അപ്പോൾ എന്താണ്? അപ്പോൾ കടുവയുടെ സംരക്ഷണം അത്യാവശ്യമാണ്, അല്ലേ?
അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. അവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസത്തിന് എന്ത് സംഭവിക്കും? ചെറിയ മീനുകളെ ഇവ ആഹാരമാക്കുകയും അതുവഴി ചെറിയ മീനുകളെ കഴിക്കുന്ന മറ്റ് ജീവികൾ ഇല്ലാതെ ആവുകയും ചെയ്യില്ലേ. അപ്പോൾ ഈ മുഷി എന്താണ്, ചെറിയ മീനുകളൊക്കെ കഴിച്ചാൽ ചെറിയ മീനുകൾ കഴിച്ച് ജീവിക്കുന്ന മറ്റ് ജീവികളുണ്ടല്ലോ, അവയ്ക്ക് ആഹാരം ഇല്ലാതാവും. അങ്ങനെ ആ ജീവികൾ ഇല്ലാതായി പോവും അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് അവ മറ്റ് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ അവയിൽ പെട്ടതാണ് ആഫ്രിക്കൻ പായലും ആഫ്രിക്കൻ ഒച്ചൊക്കെ. ഇനി ആഹാരബന്ധം, ആഹാര ശൃംഖലാജാലം നോക്കൂ. അപ്പോൾ പലതരം ആഹാര ബന്ധങ്ങൾ മുകളിലെ ചിത്രത്തിലുണ്ട്. ഏതൊക്കെയാണ്? അതിലുള്ള ഒന്ന് നമുക്ക് താഴോട്ടെടുത്ത് തന്നിട്ടുണ്ട്. സസ്യം, പിന്നെ പുഴു, കോഴി, കുറുക്കൻ, കഴുകൻ. അടുത്തതോ സസ്യം, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. പിന്നെ സസ്യം, അണ്ണാൻ, പൂച്ച, കഴുകൻ. അപ്പോൾ അടുത്തത് സസ്യം, അണ്ണാൻ, കുറുക്കൻ, കഴുകൻ. പിന്നെ സസ്യം അണ്ണാൻ കഴിക്കുന്നു, അണ്ണാനെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര ശൃംഖലാജാലത്തിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര ശൃംഖല അല്ലേ, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി പുതിയ ആഹാര ശൃംഖലകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്ന മാതൃകയിൽ ശാസ്ത്രപുസ്തകത്തിൽ പട്ടികപ്പെടുത്താനാണ്. ഇവിടെ ഒന്നാമത്തെ കണ്ണി, അവസാനത്തെ കണ്ണി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കണ്ണി പുല്ല്, അവസാനത്തെ കണ്ണി ഏതാണ്? കഴുകനാണ് അല്ലേ. അടുത്തതിലോ ഒന്നാമത്തെ കണ്ണി പുല്ല് തന്നെയാണ്, അവസാനത്തെ കണ്ണി പാമ്പാവാം, അതുപോലെ തന്നെ അവസാനത്തെ കണ്ണി കുറുക്കനാവാം അല്ലേ. അപ്പോൾ പിന്നെ ചില ആഹാര ശൃംഖലയിൽ കടുവയായിരിക്കും, അല്ലെങ്കിൽ സിംഹമായിരിക്കും. അപ്പോൾ പുല്ല് ആദ്യത്തെ കണ്ണി, ഒന്നാമത്തെ കണ്ണി എന്തായാലും സസ്യങ്ങളാണ് അല്ലേ. പുല്ല് അതായത് സസ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആഹാര ശൃംഖല ജാലം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായിട്ട് ഒന്നൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നതിനെയാണ് പറയുക. അതിലുള്ള ഒരൊറ്റ കണ്ണിയെയാണ് നമ്മൾ ആഹാര ശൃംഖല എന്ന് പറയുന്നത്. മുകളിലത്തെ ആഹാര ശൃംഖലാജാലത്തിൽ തന്നെ നോക്കിക്കേ, അണ്ണാനെ ഭക്ഷിക്കുന്നവരാരൊക്കെയാണ്? കുറുക്കന്, അതുപോലെ പൂച്ച, പാമ്പ് അല്ലേ. ഇത്രയും ജീവികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജീവികളെല്ലാം പരസ്പരം ആശ്രയിക്കുന്നുണ്ട് എന്നതാണ് കേട്ടോ. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? നമ്മൾ കണ്ടു അല്ലേ, സസ്യത്തിൽ നിന്നാണ്. അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? സസ്യത്തിനും വേണമല്ലേ നിലനിൽപ്പ്, അതിനും ആഹാരം വേണം. അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? സസ്യങ്ങൾ അവയ്ക്ക് വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ചിത്രീകരണം നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, സൂര്യപ്രകാശം. ഹരിത സസ്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? ഹരിത സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ച് എവിടെ വെച്ചാണ് ആഹാരം പാകം ചെയ്യുന്നത്? ഇലകളിൽ വെച്ച് സ്വയം ആഹാരം പാകം ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി ഭാഗം നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.